നാളെ പിറ്റേ ദിവസം അയാൾ ആ ഒരു കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ ആരടി? എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന്. ഈ പോലീസ് എന്റെ വീട്ടിൽ 1 മണിക്കൂർ മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ. നൻപ നൻപികളെ, നമ്മുടെ ബിഗ് ബോസ് താരം നോറ മുസ്കാനെതിരെ വധഭീഷണി മുഴകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറയ്ക്കെതിരെ ദിയ കൃഷ്ണ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വിഷയത്തിലോട്ട് വരാം. അതിന് മുന്നേ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണ്. അതായത് നമ്മുടെ സിജോ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സായി ചേട്ടനും സ്നേഹിച്ചിങ്ങനാണെങ്കിൽ കിസ് അടിക്കുന്ന ഒരു വിഷ്വൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് സീക്രട്ട് ഏജൻറ്റിനെ ആണെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ളൊരു കമൻറ്റ് നമ്മുടെ ദിയ കൃഷ്ണ ഇട്ടേക്കുന്നത്. അതായത് കുള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന രാജകുമാരിയാണല്ലോ, അപ്പോൾ എന്ത് തോന്നിയാസം കാണിക്കുക, ആരെ വേണമെങ്കിലും ബോഡി ഷെയിം ചെയ്യാൻ പബ്ലിക്കായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാനുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു വിഷ്വൽ ഞാൻ ഇങ്ങോട്ട് വെക്കാനെ കൊണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വെക്കാനെ കൊണ്ട് ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഒരു ഞാൻ വിട്ടുപോയി. അപ്പം ആ ഒരു വിഷ്വൽ ഇങ്ങോട്ട് വെക്കാം. അതിന് മുന്നേ ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ് സീക്രട്ട് ഏജൻറ്റ് സായിച്ചേരുടെ അടുത്തുള്ള ആ ഒരു ഹേറ്റ് വെച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ കാണരുത്. കാരണം ബോഡി ഷെയിമിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് കുറേ വിവരം കെട്ടവന്മാർ സീക്രട്ട് ഏജൻറ്റ് സായിക്ക് അത് കിട്ടേണ്ടതാണ് മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോഴും ഈ ഒരു ബോഡി ഷെയിമിങ്ങിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ വിഷമം അവർക്ക് എത്രത്തോളം ഹേർട്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി ദിയ കൃഷ്ണയുടെ ആ ഒരു വിഷ്വൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ചിലപ്പോൾ ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടായിരിക്കും വെക്കുന്നത്, ചിലപ്പോൾ കോപ്പറേറ്റ് എല്ലാം കിട്ടിയാലോ. ഇവിടെ തുണിയില്ലാതെ തൻ്റെ ഹസ്ബൻഡ് പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ, കിസ്സൊക്കെ അടിക്കുന്ന വീഡിയോ ആണ് ഇവരിട്ടേക്കുന്നത്. ഞാൻ എവിടേക്കോ കമൻറ്റ് സെക്ഷനിൽ എവിടേക്കോ കാണാൻ സാധിച്ചു. അതായത് ഇവരുടെ കല്യാണത്തിന് മുമ്പേ ഉള്ളൊരു വീഡിയോ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നീടാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അത് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അതിലൊന്നും ഞാൻ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ അതൊക്കെ വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ബെഡ്റൂം സീൻസ് ഒക്കെ കാണിക്കേണ്ടത് ബെഡ്റൂമിൽ തന്നെയാണ്, അത് പബ്ലിക് ആക്കരുത് എന്ന് തന്നെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇവരാണ് അല്ലെങ്കിൽ ഇവരുടെ താഴെ വന്നേക്കുന്ന കമൻസ് ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് വായിച്ചിട്ടുള്ളതാണ്. അറിയാലോ, നല്ല പച്ചവരാതെ തന്നെയാണ് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഇതേ ദിയ കൃഷ്ണയ്ക്കാണ് അപ്പുറത്ത് കിസ് അടിക്കുന്ന സീക്രട്ട് ഏജന്റിനെ കണ്ടപ്പോഴത്തേക്കിന് കുള്ളനാണ് ഓക്കെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് പോയേക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു വിഷ്വൽ ജസ്റ്റ് ലാസ്റ്റ് വീഡിയോക്കകത്ത് മിസ്സായതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചതാണ്. ഇനി എന്താണ് നോറ മുസ്കാനുമായിട്ടുള്ള വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സിജോ ചേട്ടൻ്റെ കല്യാണത്തിന് പോയിട്ട് കേക്ക് തേക്കുന്ന ഒരു സീനാണ്. ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പം ഇതായിരുന്നു പരിപാടി. അതായത് ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും അല്ല, സിജോ ചേട്ടൻ്റെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തൻ്റെ സുഹൃത്തായിട്ടുള്ള നോറ മുസ്കാൻ തന്നെയാണ് ഈ പോയി കേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് തേച്ചേക്കുന്നത്. ഇതിന് ശേഷം നോറ മുസ്കാനെ സ്വിമ്മിംഗ് പൂളിലോട്ട് കൊണ്ട് വലിച്ചഴക്കുകയും പിന്നീട് പൂളിൽ കൊണ്ട് തള്ളിയിടുകയും ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ഇതിനകത്ത് തള്ളിയിടുന്ന കുറേ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ആ ഒരു ഫണ്ണ് മാത്രമാണ്, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ മാത്രമാണ് ഇതിനെടുത്തത് എന്നുള്ള രീതിയിലാണ് ഇതിൽ പങ്കെടുത്തിരുന്ന സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ ലാസ്റ്റ് വീഡിയോക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അത് അങ്ങനെ തന്നെ രസിച്ചു എന്ന് വരത്തില്ല. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മുടെ കല്യാണത്തിനൊക്കെയാണ് ഇതുപോലത്തെ ഒന്ന് പരിപാടി കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നോറ മുസ്കാനല്ല, നമ്മുടെ എത്ര ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും പിടിച്ച് 2 പൊട്ടിരി കൊടുക്കാൻ തോന്നും. ഉള്ള കാര്യം പറയാമല്ലോ. ഇത് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറയാം, ഇത് കല്യാണത്തിൻ്റെ ആണ്, നമുക്കിത് ഇഷ്ടപ്പെടില്ല. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഉച്ചയ്ക്ക് നല്ല തള്ളക്കുളി നല്ല നോറ മുസ്കാനെ കേൾക്കുന്നുണ്ട്, അമ്മമാരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇടുന്നത്. ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദേ ആർ, ആരാണെന്ന് അറിയത്തില്ല. ബട്ട് ഇഫ് സമ്മൺ ഡിഡ് ദാറ്റ് ടു മൈ മാൻ ഓർ ഓൺ അവർ സ്പെഷ്യൽ ഡേ, ഹി ഓർ ഷീ വോണ്ട് ലൈവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കാം ആ ഭാഗം മാത്രം. ഹി ഓർ ഷീ വോണ്ട് ലൈവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക്. അതായത് ഇവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം അയാൾ ആ ഒരു കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ ആരടി? നീ ആര്? ഇവളുടെ അപ്പൻ ആനപ്പുറത്ത് കയറിയിരുന്നതിൻ്റെ തഴമ്പുണ്ടായിരിക്കും, അത് കണ്ടിട്ടാണ് ഇവൾ ഈ കുന്തളിപ്പ് കാണിക്കുന്നത്. നിനക്ക് ആ തഴമ്പ് വരണമെങ്കിൽ നീ ആനപ്പുറത്ത് കയറിയിരിക്കണം.
ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇവള് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യമല്ലടാ, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ സമൂഹത്തിന് മുന്നിലോട്ട് ഒരു കാര്യം പബ്ലിക്കായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കിന് അത് പറയാൻ നമുക്കെന്ത് യോഗ്യത എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയും, ഞാൻ സ്ഥിരമായിട്ട് ഒരു ഓൺലൈൻ ആംഗ്ല കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, എല്ലാവരും കാണുന്ന പെൺകുട്ടികളെല്ലാം എൻ്റെ പെൺകുട്ടിമാരാണ്, പെങ്ങളെ പോലെ മാത്രമാണ് ഞാൻ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു പോക്സോ കേസിലോ അല്ലെങ്കിൽ ഒരു പീഡന കേസിലോ ഞാൻ അകത്തായി കഴിഞ്ഞാൽ എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ പറയാണ് പെൺകുട്ടിമാരാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അത് പറയാൻ ഞാൻ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആലോചിച്ച് നോക്കുക. അത് മാത്രമാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. ഇനി എന്താണെന്നുള്ള വിഷയത്തിലോട്ട് ഞാൻ മെയിൻ വിഷയത്തിലോട്ട് വരാം. ഇവിടെ പറഞ്ഞ സാധനമില്ലേ, ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദെയർ. അവർക്ക് ആരാന്നിത് അറിയത്തില്ല, അവർക്ക് ആരാന്ന് ഇവർക്ക് അറിയത്തില്ല. പിന്നെ ഇവളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോ, നീ നോറ മുസ്കാൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയണം, നീ പറ, നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും. ഇവരുടെ അടുത്ത് ആരും ഇങ്ങോട്ട് ഇവരെ ഇതിനകത്ത് വലിച്ചടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് തുണി മണിയൊന്നും ഇല്ലാതെ ഇവർക്ക് വീഡിയോ ചെയ്ത് ഇവർക്ക് ഇടാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പബ്ലിക്കായിട്ട് ഫുൾ ഡ്രസ്സോട് കൂടി ഇന്ന് കാഷ്വലായിട്ട് ഒരു കിസ് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ പോയി ഒരു പ്രൊവക്കേഷൻ ഇല്ലാതെ ബോഡി ഷെയിം ചെയ്യാനെ കൊണ്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഇവളുടെ അടുത്ത് ആർക്കും ഒന്നും കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഇവൾക്ക് ഇവിടെ എന്തും കാണിക്കാം, എന്ത് പച്ചവരാതവും കാണിക്കാം, ഒരു പ്രശ്നവുമില്ല. കാര്യം നാളെ അവർ ജീവനോട് ഇരിക്കൂല. ഓക്കെ, രായ കുടുംബമാണ്, അച്ഛൻ പൊളിറ്റീഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഹംഭാവവും അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇവർക്ക് ഇതല്ല, ഇതിനപ്പുറം പറയും. ഞാൻ ഇത്രയും ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാടാ ഇത്രയും പറയണേ? അവളൊരു സ്റ്റോറിയല്ലേ ഇട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിലൊന്നും പറയില്ല. ബട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോക്കകത്ത് അനന്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്ത് തെമ്മാടിത്തരാണ് പുള്ളിക്കാരി അല്ലെങ്കിൽ ഈ പെങ്കൊച്ച് കാണിച്ചേക്കെന്നുള്ളത്. ഞാൻ അനന്തുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എന്നെ ഡീഫെയിം ചെയ്തത്, എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് സ്റ്റിൽ 22 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്, സ്റ്റിൽ അതവിടെ കിടക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല, അത് അവിടെ കിടന്നേനെ. ഇപ്പം അനന്തുവിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് അനന്തുവിൻ്റെ ചാനലിൽ നിന്ന് ഈ വീഡിയോ മൊത്തം പുള്ളിക്കാരിയാണെങ്കിൽ ഈ പെങ്കൊച്ച് അവളുടെ അച്ഛൻ്റെ പൊളിറ്റീഷ്യൻ്റെ പവർ വെച്ചിട്ട് ഇവിടെ പോലീസുകാരെ വിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അനന്തു ഒരു ഞരമ്പനാണെന്നും അല്ലെങ്കിൽ അനന്തുവിനെ ഒരു ഞരമ്പനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു വീഡിയോ ഇട്ടത്, അത് ഇവൾക്ക് ഇത്രയും 2 മില്യൺ എന്തോ വ്യൂസ് കഴിഞ്ഞിട്ട് അവളുടെ ചാനലിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണ്, ഇതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് അനന്ത് ഒരു വീഡിയോ ഇട്ടപ്പം ഇത് പോയിട്ട് ഇവള് റിമൂവ് ചെയ്യിപ്പിച്ച്. ഇവള് രാജകുടുംബവും രാജഭരണമൊക്കെ അങ്ങ് അന്ത കാലത്തിൽ, ഇത് 2024 ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഈ പരിപാടിനെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അനന്തു ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ആണെങ്കിൽ അനന്തുവിനെ ആ രീതിയിൽ നീ എന്തിനാണ് അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പേരുദോഷം കേട്ടോണ്ടിരിക്കുകയാണ്. അനന്തു വന്ന് വളരെ കൃത്യമായിട്ട് അനന്തുവിന് പറയാനുള്ള എക്സ്പ്ലനേഷൻ അനന്തു വന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ ഇടാൻ പറ്റൂല. ആ പോലീസുകാരെ ഒന്ന് റിമൂവ് ആക്കി കളഞ്ഞു. അതൊന്നുമല്ല, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇങ്ങോട്ട് നമ്മൾ ചെയ്യാം. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. പലയിടത്ത് പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതി. കാര്യം ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് അവരെ പലരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്. സ്റ്റിൽ ഞാനത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലയിടത്തും ഇവരെ ഡിഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ നരമ്പ് രോഗിയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട്. അത് ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റില്ല. പലരും വന്ന് ചോദിക്കും നീ എന്തിനെന്തെങ്കിലും പിന്നെ നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, നീ എന്തിനും ഡിലീറ്റ് ചെയ്തിട്ട് ഓടി എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ സാഹചര്യം അതായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന്. ഈ പോലീസ് എന്റെ വീട്ടിൽ 1 മണിക്കൂർ മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ. ആ കല്യാണത്തിന്റെ, എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേനെ. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്റെ ഭാഗത്ത് എന്റെ പേരിൽ FIR ഇല്ല, ഒന്നുമില്ല. ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്നു കയറുമ്പോൾ അവരുടെ മുന്നിൽ എന്റെ ഫാമിലി, ആ വന്നിരിക്കുന്ന എന്റെ അനിയത്തെ കെട്ടാൻ വന്ന ആ ചെറുക്കന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും? നാണം കെട്ട് നാറിഞ്ഞ് എന്റെ ഭാഗത്ത് ശരിയുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കല്യാണമാണ്, ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കേട്ടല്ലോ, അന്നത്തെ ആ ഒരു ഇഷ്യൂന് പോലീസുകാർ വന്ന ആ ഒരു ദിവസം കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അനന്തുവിൻ്റെ പെങ്ങളുടെ ആണെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ കല്യാണം മുടങ്ങുന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഈ പട്ടുമത്തെ കിടക്കുന്ന ഇവളെ പോലുള്ള രാജകുമാരികൾക്ക് സാധാരണക്കാരൻ്റെ വേദന അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. സാധാരണക്കാരൻ്റെ മണ്ടയ്ക്ക് കുതിര കയറാനും നെഞ്ചത്ത് കയറാനും നെഞ്ചത്ത് ചവിട്ടിയിരുന്ന് അവളുടെയൊക്കെ ഓരോ ഡാൻസ് കളിക്കാനും ഉള്ള പരിപാടിയല്ല ഇത്. ഓക്കെ, ആ കാലഘട്ടമല്ല, അതൊക്കെ എന്നെ കഴിഞ്ഞു പോയി. അപ്പൻ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അപ്പൻ അങ്ങനത്തെ പവർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നീ അത് ചെയ്യുക. ഓക്കെ, നീ നിന്റെ ഇതിൽ കമ്പനീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിനക്ക് ഒരു സംഭവം അവിടെ കുറച്ച് കാര്യങ്ങൾ ശരികേടായിട്ട് അനന്തുവിന് തോന്നി, അനന്തു അത് എക്സ്പോസ് ചെയ്തു, നിനക്ക് പിടിച്ചില്ല, നേരെ അനന്തുവിനെ ഒരു ഞരമ്പനാക്കി അങ്ങ് ചിത്രീകരിക്കുകയാണ്. പോരാ തന്നെ കല്യാണം വരെ മുടക്കുന്ന രീതിയിൽ.
ഞാൻ സീരിയസ്ലി മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനന്ത് ഉണ്ടല്ലോ പക്ക ഡീസൻ്റ് ആണ്, പക്ക ഡീസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അനന്ത് ഈ രീതിയിൽ ആ ഒരു ഇഷ്യൂ ആ രീതിയിൽ പോയിട്ടുള്ളത്. പക്ഷെ അതല്ലാതെ ഇച്ചിരി അത്യാവശ്യം ലോക്കലായിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് നീ പരിപാടി എടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലോക്കലായിട്ടുള്ളൊരു പയ്യനാണ്, പച്ച മനുഷ്യനാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന പച്ച മനുഷ്യനാണ്, പച്ചയ്ക്ക് പച്ച അവരാതും വിളിച്ച് പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഈ ഒരു രീതിയിൽ പെങ്ങളുടെ ഈ ഒരു സീൻ ഉണ്ടായിട്ടുള്ള ഈ രീതിയിലൊക്കെ അനന്തുവിനെ ഇവള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അനന്തു അത്രയും ഡീസൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് അവൻ നൈസ് രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനന്തു എല്ലാം കുറച്ചുകൂടെ ഞാൻ അനന്തുയുടെ വീഡിയോസ് കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെയാണ് അനന്തു വീഡിയോസ് കൊണ്ടുവന്നത്. കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പ്രസൻറ്റേഷനിൽ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിനെ വളച്ചൊടിച്ചിട്ട് വേറൊരു രീതിയിൽ അനന്തുവിനെ ഞരമ്പനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അന്ന് അനന്ത് വിട്ടിട്ടുള്ളതാണ്. അതുപോലും നാലാളെ കാണിക്കാൻ ഇവൾ സമ്മതിച്ചിട്ടില്ല, ഈ പെങ്കൊച്ച് സമ്മതിച്ചിട്ടില്ല. ഇവളെ പെങ്കൊച്ചെന്ന് വിളിച്ചാൽ കുഴപ്പം, ഇവളെ രാജകുമാരി എന്ന് വിളിക്കണം, കുമ്പിട്ട് നിൽക്കണം ഇവളുടെ അടുത്ത്. ഇവൾ ആരിവള് അറിയാൻ മേലത്തുണ്ടെങ്കിൽ ഇവൾ ആരിവള്, എന്നിട്ടാണ് തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നു. ഇവക്ക് എന്ത് തോന്നുക, എന്ത് തെമ്മാടിത്തരം കാണിക്കാം. ഓക്കെ, എന്ത് തെമ്മാടിത്തരം. ഇവള് രാജകുടുംബമാണ് അല്ലെങ്കിൽ രാജപദവിയാണ്, ഏതൊരു സാധാരണക്കാരനെ നെഞ്ചത്തും കുതിര കയറാനുള്ള ഒരു പവറാണ് ഇവക്കിത്. ഓക്കെ, കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ പേജിൽ പോയിട്ട് എൻ്റെ ടാഗ് എടുത്തിട്ട് നിങ്ങളെ ടാഗ് നോക്കണം. എത്ര വീഡിയോസ് ആണ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പി ആർ വർക്ക് ചെയ്യുന്ന ചാനലായിരിക്കണം അത്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവംബർ കഴിഞ്ഞ ഇഷ്യൂ ആണ്, കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവരെ ഡീഫെയിം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. ഇത് അനന്തുവിൻ്റെ ഇതിന് ശേഷം അനന്തുവിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ടാഗിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, സൈഡിൽ ഇങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം, വിടാതെ പിന്തുടർന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ഓക്കെ, എടേ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോന്ന്? എടാ നിങ്ങൾ ഇത്രയും ആലോചിക്കുക, സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് അത് മുടക്കുന്ന രീതിയിൽ പണത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ പണത്തിൻ്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ആ കല്യാണം മുടക്കുന്ന രീതിയിൽ ഒരു പെങ്കൊച്ച് അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്നതൊക്കെ കുറവാണ് ഈ ഒരു വീഡിയോക്കകത്ത്. സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ വളരെ കുറവാണ്, പക്ക ഡീസൻ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് മനസ്സിലാക്കുന്നത്. കാരണം പറയുമ്പോൾ അനന്തുവിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ ഈ രീതിയിലല്ല ഞാൻ പറയുന്നത്, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ്. പിന്നെ ഇവക്ക് ഇവിടെ ഒരു സൈഡിൽ വന്നിട്ട് ഇവക്ക് തോന്നുന്നത് എന്തും കാണിക്കാം, തൊട്ടപ്പുറത്ത് വേറെ ആൾക്കൊന്നും ചെയ്യാൻ പാടില്ല, ഇവളുടെ അടുത്ത് ഒരു അക്ഷരം ആരും മിണ്ടാൻ പാടില്ല, ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരും മിണ്ടരുത്, പഞ്ചപുച്ഛം അടച്ചിരുന്നോണം. അതേസമയം ഇവക്ക് എന്താ പറയുക, ഹസ്ബൻഡുമായിട്ട് ബെഡ്റൂം സീൻസ് പോലത്തുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിക്കാക്കാം, അതിലൊന്നും ഞാൻ തെറ്റ് പറയുകയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിലൊന്നും ഞാൻ തെറ്റ് പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് കാണിക്കണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ അത്രയും പോലും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് അവരൊരു പബ്ലിക്കിൽ കാഷ്വലായിട്ടൊരു കിസ് ചെയ്യുന്ന വീഡിയോ സീക്രട്ട് ആയിട്ട് അവരൊക്കെ ഇട്ടപ്പോഴത്തേക്കും നേരെ പോയിട്ട് ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഇടുന്നതിനെ കൊണ്ട് എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല. പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരാത്ത ഒരാളാണ് നോറ മുസ്കാൻ. ഇവർ തന്നെ പറയുന്നത് അവർക്ക് ഫണ്ണായിട്ട് തോന്നിയ സാധനമാണെന്നുള്ളത്. ഓക്കെ, അത് പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോ തന്നെ പറഞ്ഞു, നോർമലി ഏതോ ആൾക്കാർ വന്നിട്ട് ഇവരെ തെറി വിളിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻസ് പറയുന്നതോ വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇവർ തന്നെ പറയുന്ന പോലെ ഇവർ പറയുന്നത് ഞങ്ങൾ വലിയ സെലിബ്രിറ്റിയാണ്, ഞങ്ങൾ പോപ്പുലറാണ്, ഞങ്ങൾ പബ്ലിക് ഫിഗറാണ്, രാജാവിൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പബ്ലിക്കിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഒരു കാര്യം പറയുന്നതിന് മുന്നേ അത് പറയാൻ എനിക്കെന്ത് യോഗ്യത എന്നുകൂടെ ആലോചിക്കണം. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ സഹോദരിയുടെ കല്യാണം വരെ മുടക്കുന്ന രീതിയിൽ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു മോളെ ദിയാ കൃഷ്ണ ഉള്ള കാര്യം പറയാമല്ലോ. അനന്ത് ഇത്രയും ഡീസൻ്റ് ആയതുകൊണ്ടാണ് തിരിച്ച് അനന്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കാത്തത്. ഉള്ള കാര്യം പറയാം. അനന്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരും കണ്ടല്ലോ ഏത് രീതിയിലൊക്കെ എനിക്കെതിരെ വീഡിയോ ഇടുന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പട്ടുമത്തെ കിടക്കുന്ന എനിക്ക് അറിയത്തില്ല സാധാരണക്കാരൻ്റെ വേദന, അല്ലെങ്കിൽ അവൻ ഏത് എക്സ്ട്രീം വരെ പോകുമെന്നും അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.